ഫ്രണ്ട്സ്, ഞാൻ വളരെ വൈകിയാണെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, ഈ ന്യൂസിലാൻഡിലേക്ക് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സുമാരുടെ ഫൈനൽ സ്റ്റേജിനെക്കുറിച്ചും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 100 കണക്കിന് നേഴ്സുമാരുടെ അനുഭവങ്ങൾ എടുത്തിട്ടാണ് ഇത് സംസാരിക്കുന്നത്. അത് ഈ 100 കണക്കിന് ആൾക്കാരുണ്ടെന്ന് പറയുന്നതിൽ കുവൈറ്റിൽ നിന്നുണ്ട്, സൗദി, ഖത്തർ, ഒമാൻ, ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം നേഴ്സുമാർ വരുന്നുണ്ട്. അതിൽ കൂടുതൽ പേരും MOHൽ നിന്നൊക്കെയാണ് റിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത്. MOHും പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ളവരും ഉണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, കുവൈറ്റിലായാലും സൗദിയിലൊക്കെ ആയാലും MOHലൊക്കെ നല്ല സാലറി വർക്ക് ചെയ്യുന്നവരാണ് ഇവർ. ഇതെല്ലാം ജോലി കളഞ്ഞിട്ടാണ് അവർ ഇതിനു വേണ്ടി ട്രൈ ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും 6 മാസം കൊണ്ടോ 8 മാസം കൊണ്ടോ ഒക്കെ നമുക്ക് പോകാമെന്ന് വിചാരിച്ചാണ് ഈ വരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷത്തിലേറെ ആയിട്ടാണ് ഇത്രയും പേരും പ്രോസസ്സിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 2 വർഷത്തിലധികമായിട്ടാണ് ഈ ഓസ്കി വരെ എത്താൻ പറ്റുന്നത്. അപ്പോൾ ഈ റിസൈൻ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഗുഡ് സ്റ്റാൻഡിങ് വേണമെങ്കിൽ റിസൈൻ ചെയ്യാതെ കിട്ടത്തില്ലായിരുന്നു. അതിനാലാണ് മിക്ക നേഴ്സുമാരും റിസൈൻ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. ഈ അനുഭവങ്ങൾ പ്രത്യേകിച്ചും പുതുതായിട്ട് പ്രോസസ്സ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. പുതുതായിട്ട് പ്രോസസ്സ് ചെയ്യുന്നവരൊന്ന് വളരെ ശ്രദ്ധിച്ച് വേണം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങാനൊക്കെ ഉണ്ട്. കാര്യം ഞങ്ങളൊക്കെ അനുഭവസ്ഥരാണ്. 2 വർഷത്തിലധികമായിട്ട് ജോലി കളഞ്ഞിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. ഇനിയൊരു ചാൻസ് വരുന്നവരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഈ ഒരു ചാൻസ് ഉണ്ടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് പുതുതായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ലോൺ എടുത്തൊന്നും ആരും ചെയ്യാതിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ജോലി കിട്ടുമെന്ന് വിചാരിക്കുക വേണ്ട. ഇപ്പോൾ അവിടെ ജോലി കിട്ടാൻ വളരെ പാടാണ്. പിന്നെ അവിടെ എത്തിപ്പെടുക എന്നത് അതിനെക്കാട്ടി വലിയ പ്രശ്നമാണ്. ഒരു ഗ്യാരണ്ടി ഇല്ല. കാര്യം ഇപ്പോഴത്തെ ഓസ്കിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഓസ്കി എന്ന് കടന്നു കിട്ടുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. മിക്ക ആൾക്കാർ ഫെയിലാകുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്താൽ, അനുഭവമുള്ളവരോട് ഡിസ്കസ് ചെയ്താൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു OITയോ അല്ലെങ്കിൽ IELTSO ഒക്കെ നമുക്ക് എഴുതണമെന്നിരിക്കട്ടെ. നമുക്കറിയാൻ പറ്റും അതിൻ്റെ ചിലവ് ഇത്രയാണ്. നമുക്ക് എത്ര വേണമെങ്കിലും എഴുതുകയും ചെയ്യാം. അപ്പം അതുപോലെയല്ല നമുക്ക് ഈ ഓസ്കിയുടെ പ്രശ്നമെന്ന് പറയുന്നത്. ഓസ്കിയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് 3 ചാൻസ് മാത്രമേ ഉള്ളൂ നമുക്ക്. നമ്മൾ വിചാരിക്കും സെക്കൻഡ് ടൈം നമുക്ക് ഉറപ്പായും നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും പോയി എഴുതുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. സെക്കൻഡ് ടൈം നമുക്കങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. സെക്കൻഡ് ടൈം ഫെയിലാകുന്നവരുണ്ട്. പിന്നെ ഇതൊരു നെഗറ്റീവായിട്ട് ആരും എടുക്കരുത്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യുക. നമ്മുടെ അനുഭവം ഒന്ന് പറയുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ഓസ്കിയുടെ എക്സ്പെൻസിനെ കുറിച്ചും ഞാൻ പറയാം. എക്സ്പെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഓസ്കിക്ക് പോകണമെങ്കിൽ അതിൻ്റെ വിസയും പിന്നെ ലോയർ ചാർജും എന്നും പറയുന്ന ഒരു എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 1,00,000 രൂപയോളം അതിന് ചിലവ് വരും നമുക്ക്. ഓസ്കിയുടെ ഫീസാണെങ്കിൽ നമുക്കൊരു $3,500 വരും ഓസ്കിക്ക്. അതായത് $3,500 എന്ന് പറയുമ്പോൾ ഒരു 1,90,000 രൂപയോളം നമുക്ക് ഓസ്കിയുടെ ഫീസ് തന്നെ ആകുന്നുണ്ട്. പിന്നെ ടിക്കറ്റ് ചാർജ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2,00,000 രൂപയോളം ടിക്കറ്റ് ചാർജ്, അത് കൂടുകയോ കുറയുകയോ ചെയ്യാം. പിന്നെ നമുക്ക് അവിടെ ചെന്ന് അക്കോമഡേഷൻ നമുക്കൊരു 1 വീക്ക് നിൽക്കണമെങ്കിൽ നമുക്കൊരു 15,000 ഇന്ത്യൻ റുപ്പീസ് നമുക്ക് ചിലവാകും. ഇത്രയും തുക ഫസ്റ്റ് ടൈം കിട്ടിയില്ലെങ്കിൽ വീണ്ടും എഴുതാൻ വേണ്ടി നമുക്ക് ഇത്രയും തുക വീണ്ടും നമ്മൾ മുടക്കേണ്ടതായിട്ട് വരും നമുക്ക്. വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. വിസ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മുടക്കേണ്ട കാര്യമില്ല നമുക്ക്. അല്ലെങ്കിൽ വീണ്ടും വിസയ്ക്ക് നമുക്ക് പൈസ മുടക്കേണ്ടി വരും. തേർഡ് ടൈം കിട്ടിയില്ലെങ്കിൽ പിന്നെ ന്യൂസിലാൻഡിൽ പോകാൻ ആഗ്രഹിക്കുന്നതിൽ ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം മുതൽ തന്നെ നമ്മൾ CGFNS പ്രോസസ്സ് തുടങ്ങേണ്ടതായിട്ട് നമുക്ക് വരും. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നത് നമ്മൾ ആരും ഇതിന് മുന്നിട്ട് ഇറങ്ങത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ പല ആൾക്കാരും ഗൾഫിലേക്കോ നാട്ടിലേക്കോ തിരിച്ചു പോയി ജോലി പ്രവേശിക്കുന്നതാണ് പതിവ്. എല്ലാവർക്കും ഇത് സാധിക്കണമെന്നില്ല. ചിലർ സെക്കൻഡ് അറ്റംപ്റ്റ് കൂടി നോക്കാറുണ്ട്. പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർ തിരികെ പോവുകയാണ് പതിവ്. ഇത്രയും സ്ട്രെസ് നേഴ്സുമാർ ജീവിതത്തിൽ എടുക്കാൻ ചാൻസ് ഇല്ല. ഇനി ആരും ടൈം വേസ്റ്റ് ആക്കാതെ അടുത്ത വല്ല കൺട്രിയും ചാൻസ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കണം.
എല്ലാവരുടെയും നല്ല ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു. ദയവായി എൻ്റെ ചാനൽ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു.